മെയിൻ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ലെനോവോ തിങ്ക്പാഡ് SL300 ലാപ്ടോപ്പ്, അതിനെക്കുറിച്ചൊരു ചെറിയൊരു റിവ്യൂ ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ജസ്റ്റ് ഈ ഫുൾ വീഡിയോ ഒന്ന് കാണുക. ഞാൻ മാക്സിമം ലെങ്ത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാക്സിമം വ്യൂസൊക്കെ തരാം. എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കയറുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തുക. പിന്നെ ഒരു ട്രിപ്പിംഗ് വീഡിയോ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ എഡിറ്റിങ്ങിലാണ്. അപ്പോൾ അത് വരാൻ കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ നാളെ വരുള്ളൂ. കാരണം നാളെ ആയിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പം ജസ്റ്റ് നാളെ ആയിരിക്കും വീഡിയോ വന്നത്. അപ്പോൾ ബി ട്യൂൺ. അപ്പോൾ ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യണം പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി അടുത്തത് നമ്മുടെ അടുത്ത വീഡിയോ, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ വീഡിയോയിലോട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇൻ്റർഫേസ് കാണാം. അപ്പോൾ ഇതിൽ നമ്മുടെ എല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വിൻഡോസ് 7 അൾട്ടിമേറ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ കോപ്പി റൈറ്റും അപ്പോൾ ജസ്റ്റ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് കാണിക്കാനത്തോളൂ. അതപ്പോൾ അണ്ടർലൈൻ കയറിപ്പോയി, കുഴപ്പമില്ല. പിന്നെ വരുന്നത് നമ്മുടെ പ്രോസസ്സറാണ്. പ്രോസസ്സറിൽ ഇൻ്റൽ കോർ 2 ഡുവോ, CPU GHz വന്നത് 2.10 ആണ്. പിന്നെ ഇൻസ്റ്റാൾഡ് മെമ്മറി 2GB, അത് ഞാൻ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യണമായിരിക്കും. പിന്നെ സിസ്റ്റം ടൈപ്പ് 64 ബിറ്റ് ആണ്. പിന്നെ കമ്പ്യൂട്ടർ നെയിം UKPC, അത് ദുബായിൽ നിന്ന് വന്ന കാരണമാണ് ആ പേര് ഞാൻ ഇതുവരെ മാറ്റിയിട്ടുള്ള. പിന്നെ പ്രൊഡക്റ്റ് ID ഇതൊക്കെയാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ സർവീസ് പാക്ക് 1 ആണ്, SP1 എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഞാൻ ഉപയോഗിക്കുന്ന ആപ്സ്, അതായത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെയിൻ ആപ്സ്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ എഡിറ്റ് ചെയ്യാനും പിന്നെ തംബ്നെയിൽ ഉപയോഗിക്കാൻ അതിൽ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് വന്നത് ഓപ്പൺ ഷോട്ട് എഡിറ്ററാണ്. അത് മറ്റേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഇങ്ക്സ്കേപ്പ്, തംബ്നെയിലും സൈബർ ലിങ്ക് മറ്റേ വീഡിയോസ് തന്നെ. പിന്നെ ടി ലോഞ്ചർ നിങ്ങൾക്ക് അറിയാം, മൈൻക്രാഫ്റ്റിൻ്റെയാണ്. പിന്നെ യൂട്യൂബിൻ്റെ വാൾപേപ്പർ എന്തിലാവട്ടെ അതവിടെ തന്നെ. പിന്നെ ടെലിഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, ബാൻഡിക്യാം റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. യൂടോറൻ്റ് ഞാൻ അറിയാലോ. ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അത് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിട്ട് 10 ഇയേഴ്സായി. അപ്പം ഇത് ഞാനിപ്പോൾ റിവ്യൂ ചെയ്തതിൽ ഏറ്റവും വലിയ അപ്പൂപ്പനാണിത്. ഓക്കെ, അപ്പം കമൻറ്റ് ചെയ്യുക. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചവർ, ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരും കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചെറിയ റിവ്യൂ എങ്ങനെ ഉണ്ടെന്ന് അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാം കമൻറ്റ് ചെയ്യാണ്. ഓക്കെ, കമൻറ്റ് ചെയ്യണം, എന്നാലും എനിക്ക് മുന്നോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രചോദനമാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചീത്ത കമൻറ്റ് ഇട്ടാലും നോ പ്രോബ്സ്. ഓക്കെ, കാരണം എനിക്കിപ്പോൾ ചീത്ത കേട്ടാലും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്ത് എനിക്ക് ഉള്ളിടാം വീഡിയോസ്. അപ്പോൾ ജസ്റ്റ് അതെനിക്ക് പ്രചോദനമാണ്. ഓക്കെ, നല്ലതാണെങ്കിൽ പിന്നെയും പ്രചോദനമാണ്. അപ്പോൾ രണ്ടും ഓൾ ഇസ് വെൽ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യണം, ലൈക്ക്. അപ്പം കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുക. പിന്നെ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പ് വെച്ചാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തത്, അതായത് നമ്മുടെ PSPൻ്റെ. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിപ്പോൾ ഏകദേശം 200 സംതിങ് ആയി, അത് പ്ലസ് ആയി വീഡിയോസ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ അത്. അപ്പം അത് മൊത്തം കാണാം വീഡിയോ. അത് ഏകദേശം ഒരു 15 മിനിറ്റ് ഉണ്ടെന്ന്, 10 മിനിറ്റ് ആണ്. എന്തായാലും ആ ഒരു റേഞ്ചിലാണ് വന്നത്. അപ്പം ഞാൻ ആദ്യം ഇട്ട വീഡിയോ, അതുകൊണ്ടാണ് ആ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോയത്. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നാളെ ട്രിപ്പിംഗ് വീഡിയോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക്